നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേർഡിൽ നിന്നുമുള്ള കുറച്ച് ഷോർട്ട് കട്ട് കീസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഷോർട്ട് കട്ട് കീയിലേക്ക് പോകാം. ക്രിയേറ്റ് എ നോൺ ബ്രേക്കിംഗ് സ്പേസ്. ഒരു നോൺ ബ്രേക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ആണ്. ഇനി ക്രിയേറ്റ് എ നോൺ ബ്രേക്കിംഗ് ഹൈഫൻ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഹൈഫൻ. ഇനി മേക്ക് എ ലെറ്റർ ബോൾഡ് ആക്കാൻ കൺട്രോൾ പ്ലസ് ബി, ഇറ്റാലിക് ഇറ്റാലിക്സ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ, അണ്ടർലൈൻ ചെയ്യാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് യു. ഇനി ഡിക്രീസ് ഫോണ്ട് സൈസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാനും, ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാനും. ഇനി ഡിക്രീസ് ഫോണ്ട് സൈസ് 1 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്, അതായത് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റും, ഇൻക്രീസ് ഫോണ്ട് സൈസ് 1 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റിമൂവ് പാരഗ്രാഫ് ഓർ ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ യൂസ് ചെയ്യും. അടുത്ത് കോപ്പി ദ സെലക്ടഡ് ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് സിയും, കട്ട് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എക്സ്, പേസ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് വി. ഇനി പേസ്റ്റ് സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് വി ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പേസ്റ്റ് ഫോർമാറ്റിംഗ് ഒള്ളി ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് വി ആണ് യൂസ് ചെയ്യുന്നത്. അൺഡു ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഇസഡും, റിഡോ ഓപ്ഷൻ ആണെങ്കിൽ കൺട്രോൾ പ്ലസ് വൈ ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഓപ്പൺ ദ വേർഡ് കൗണ്ട് ഡയലോഗ് ബോക്സ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ജി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം. ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ആണെങ്കിൽ ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് എൻ ആണ്. ഓപ്പൺ എ ഡോക്യുമെന്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ഒയും, ക്ലോസ് എ ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഡബ്ല്യു ആണ് ഷോർട്ട് കട്ട് കീസ്. അടുത്ത് സ്പ്ലിറ്റ് ദ ഡോക്യുമെന്റ് വിൻഡോ ആണെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വിൻഡോ സ്പ്ലിറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സിയും യൂസ് ചെയ്യാം. ഇനി ഡോക്യുമെന്റ് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എസ് ആണ് ഷോർട്ട് കട്ട് കീ. അടുത്തത് ഓപ്പൺ എ നാവിഗേഷൻ പാൻ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെന്റിൽ സെർച്ച് ചെയ്യാനോ ഫൈൻഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് എഫ് കീ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റ് എ ഫൈൻഡ് ആക്ഷൻ, അതായത് നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്തതിന് ശേഷം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് വൈ ഷോർട്ട് കട്ട് കീ ആണ്. അടുത്തത് റീപ്ലേസ് എ ടെക്സ്റ്റ്, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് എച്ച് ആണ്. അടുത്ത ഗോ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്കോ ഫുട് നോട്ടോ ടേബിള് പേജ് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോ ടുവിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ജി ആണ്. അടുത്ത സ്വിച്ച് ബിറ്റ്വീൻ ദ ലാസ്റ്റ് 4 പ്ലേസസ് യു എഡിറ്റ്, നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത 4 പ്ലേസസിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് സെഡ് ആണ്. ഇനി അടുത്തത് ഓപ്പൺ എ ലിസ്റ്റ് ഓഫ് ബ്രൗസ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഹോം ആണ്. മൂവ് ടു ദി പ്രീവിയസ് ബ്രൗസ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് പേജ് അപ്പും, മൂവ് ടു ദി നെക്സ്റ്റ് ബ്രൗസ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത വ്യൂസിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ നോക്കാം. പ്രിന്റ് ലേഔട്ട് വ്യൂ ആണെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പിയും, സ്വിച്ച് ടു ഔട്ട്ലൈൻ വ്യൂ ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഒയും, ഡ്രാഫ്റ്റ് വ്യൂ ആണെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എന്നുമാണ് ഷോർട്ട് കട്ട് കീസ്. അടുത്തത് നമ്മൾ ഡോക്യുമെന്റ്സിൽ കഴ്സർ മൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് ആണ്. ഇപ്പോൾ വൺ ക്യാരക്ടർ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആരോ യൂസ് ചെയ്യും. മൂവ് ടു വൺ ക്യാരക്ടർ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ആരോ യൂസ് ചെയ്യും. അതുപോലെ തന്നെ വൺ വേർഡ് ടു ദി ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് ആരോ യൂസ് ചെയ്യും. വൺ വേർഡ് ടു ദി റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് റൈറ്റ് ആരോ യൂസ് ചെയ്യും. ഇനി വൺ പാരഗ്രാഫ് അപ്പ്, ഒരു പാരഗ്രാഫ് മുകളിലേക്ക് പോകാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് അപ്പ് ആരോ യൂസ് ചെയ്യും. ഒരു പാരഗ്രാഫ് താഴേക്ക് പോകാനാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ യൂസ് ചെയ്യും. ഇനി വൺ സെൽ ടു ദി ലെഫ്റ്റ്, അതായത് ടേബിളിലെ ലെഫ്റ്റിലുള്ള ഒരു സെല്ലിലേക്ക് പോകാനാണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ടാബ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റൈറ്റിലുള്ള സെല്ലിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ടാബ് യൂസ് ചെയ്താൽ മതി. ഇനി മുകളിലുള്ള ലൈനിലേക്ക് പോകാനാണെങ്കിൽ അപ്പ് ആരോയും, താഴെയുള്ള ലൈനിലേക്ക് പോകാനാണെങ്കിൽ ഡൗൺ ആരോയും യൂസ് ചെയ്യും. ഇനി ഒരു ലൈനിന്റെ എൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ആ ലൈനിന്റെ ബിഗിനിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് ഹോം കീ ആണ് യൂസ് ചെയ്യുന്നത്.
ഇനി വിൻഡോയുടെ ടോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് അപ്പും ഇനി എൻഡ് ഓഫ് ദ വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് പേജ് ഡൗണുമാണ് യൂസ്. ഇനി ഒരു ടേബിളിലെ ഡേറ്റാസിൽ എങ്ങനെയാണ് മൂവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീസ് എന്ന് നോക്കാം. ടു ദ നെക്സ്റ്റ് സെല്ലിനെ ഒരു റോയിലെ അടുത്ത സെല്ലിൽ പോകാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ടാബും, അതിന് മുന്നേ ഉള്ള സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യും. ടു ദ ഫസ്റ്റ് സെല്ലിനെ ഒരു റോയിലെ ഫസ്റ്റ് സെല്ലിൽ പോകാൻ ആൾട്ട് പ്ലസ് ഹോമും, ആ റോയിലെ തന്നെ ലാസ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ട് പ്ലസ് എൻഡ് കീയും യൂസ് ചെയ്യും. ഇനി ഒരു കോളത്തിലെ ഫസ്റ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് അപ്പും, ഒരു കോളത്തിലെ ലാസ്റ്റ് സെല്ലിലേക്ക് പോകാനാണെങ്കിൽ ആൾട്ട് പ്ലസ് പേജ് ഡൗൺ കീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മുന്നേ ഉള്ള റോയിലേക്ക് പോകാനാണെങ്കിൽ അപ്പ് ആരോയും, താഴെയുള്ള റോയിലേക്ക് പോകാനാണെങ്കിൽ ഡൗൺ ആരോയുമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ലൈൻ സ്പേസ് സെറ്റ് ചെയ്യാൻ ഷോർട്ട് കട്ട് കീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിംഗിൾ ലൈൻ സ്പേസ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് 1ഉം, ഡബിൾ ലൈൻ സ്പേസ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് 2 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1.5 ലൈൻ സ്പേസിംഗ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് 5 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പാരഗ്രാഫിന് മുന്നേ ഉള്ള ലൈൻ സ്പേസ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ പ്ലസ് 0 ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം. ഇനി നമുക്ക് പാരഗ്രാഫ് അലൈൻമെന്റിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് ആണ്. സെൻറ്റർ അലൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഇ, അതുപോലെ തന്നെ ജസ്റ്റിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ജെ, റൈറ്റ് അലൈൻമെന്റ് ആണെങ്കിൽ കൺട്രോൾ പ്ലസ് ആറും, ലെഫ്റ്റ് അലൈൻമെന്റ് ആണെന്നെങ്കിൽ കൺട്രോൾ പ്ലസ് എല്ലുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി പാരഗ്രാഫ് ഇൻഡന്റ് ലെഫ്റ്റ് ഇൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എമ്മും, അതുപോലെ തന്നെ റിമൂവ് പാരഗ്രാഫ് ഇൻഡന്റ് ഫ്രം ലെഫ്റ്റിലെ ഇൻഡന്റേഷൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എമ്മുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാങ്ങിങ് ഇൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ടിയും, ഹാങ്ങിങ് ഇൻഡന്റ് റെഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പാരഗ്രാഫ് ഫോർമാറ്റിംഗ് റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് ക്യൂ ആണ്. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട് കീസ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോരോ ക്ലാസ്സിലായിട്ട് നമുക്ക് കുറേശ്ശെ ഷോർട്ട് കട്ട് കീസ് പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.